ഗുഡ് മോർണിംഗ്. അപ്പോൾ ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഗാർഡനിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇന്നലെ വിത്തുകൾ പാവാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയ. അതെ ഇങ്ങനെയാണ് അത് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ കോർണറിലായിട്ട് നമുക്കിങ്ങനെ ആപ്പിൾ മരവും പിന്നെ മാവും തേയും വെക്കാനുള്ള 2 കുഴികളും നമ്മൾ കുത്തിയിട്ടുണ്ട്. 2 കുഴികളും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൾ മരം പിന്നെ മാവും നമുക്ക് കുത്തണം. പിന്നെ ഇതിൽ മറ്റേ ഈ എല്ലാ നമ്മുടെ പയർ, വെണ്ടയ്ക്ക, പാവയ്ക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം നടുകയും ചെയ്യണം. അപ്പോൾ വിത്തുകളെല്ലാം റെഡിയാണ്. വിത്തുകളൊക്കെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ 12 മണിക്കൂർ ഇട്ടിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഇനി കാണാം. അപ്പോൾ നമ്മൾ വിത്ത് നടാനായിട്ടുള്ള ചെറിയ ചെറിയ ഹോളുകൾ ഇടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒടിഞ്ഞു പോയ ആ ടൂളിൻ്റെ അത് വെച്ച് നമ്മൾ ചെറിയൊരു കുഴി ഇടാണ്. അധികം ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ അതിൽ സീഡ് ഇട്ടിട്ട് മൂടും. അപ്പോൾ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന സീഡിൽ നിന്ന് നമ്മൾ ഓരോ വെറൈറ്റിയിലും, അതായത് ഓരോന്ന് ഓരോ ഏരിയയിലാണ് ഇട്ട്. ഇപ്പോൾ പാവലൊരു സ്ഥലത്ത്, അത് കഴിഞ്ഞിട്ട് പടവലങ്ങി, അത് കഴിഞ്ഞിട്ട് പയർ, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സീഡ് വിത്ത് നമ്മളിട്ടിട്ട് നമ്മൾ മണ്ണുകൊണ്ട് കവർ ചെയ്തിരുന്നത്. ഇത് കുറച്ച് നമ്മൾ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റിൻ്റെ കുറച്ച് വിത്തുകളിട്ടതാണ്. അപ്പോൾ ചെടിച്ചട്ടിയിലിടാന്ന് വെച്ചു, നല്ല വേരോട്ടം കിട്ടുന്നതിന് വേണ്ടി ചെടിച്ചട്ടിയിലിടാന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിലിട്ടതാണ്. പിന്നെ നമ്മളടുത്ത് ആപ്പിൾ വെക്കണം. ഈ ആപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ വെള്ള കളറല്ല, ഉള്ളിലും ചുമന്ന കളറാണ്. ആപ്പിളിൻ്റെ പുറവും ചുമപ്പാണ്, അതുപോലെ തന്നെ ഉൾഭാഗം മുറിച്ച് കഴിയുമ്പോൾ ചുമപ്പ് തന്നെയാണ്. മാലു എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് BNME എന്നാണ് വാങ്ങിയത്. അതിന് 15 പൗണ്ട്സാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വന്നത്. പിന്നെ നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തുകാരൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ റൂട്ട്സ് റൗണ്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുറേ വേരുകൾ വന്നിട്ട് റൗണ്ട് ചെയ്തിരിക്കണം, നമ്മളതിനെ മുറിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസിൽ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ആ കുഞ്ഞു കുഞ്ഞു വേരുകളൊന്ന് കട്ടിങ് കിട്ടാൻ വേണ്ടി നമ്മൾ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം. മുറിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കമ്പോസ്റ്റ് കുഴിയിലിട്ടിട്ട് നമ്മളിത് നേരെ ഇറക്കി വെക്കും. നേരെ ഇറക്കി വെച്ചിട്ട് കുറച്ച് ടോപ്പ് സോയിലും നമ്മൾ കുഴി കുഴിച്ചതിൻ്റെ മണ്ണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വെക്കും. അതിൻ്റെ കൂടെ ജസ്റ്റ് അതിനൊരു താങ്ങ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് നമ്മൾ ഓൾറെഡി അവിടെ മുൻകൂട്ടി തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഫുള്ളായിട്ട് തുടങ്ങി പോയില്ല. അപ്പോൾ അന്ന് എന്തായാലും അതിന് റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് തണ്ടിനൊക്കെ നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ നമ്മളതിനും കുഴിയെടുത്തായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബഡ് ചെയ്തൊരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ എപ്പോഴും നമ്മൾ നടുന്നതിൻ്റെ എന്താ പറയുക, മണ്ണിന് മുകളിലായിരിക്കണം. അപ്പോൾ നമ്മളെടുത്ത് കുഴിച്ചിട്ട് വലുതായി. അപ്പോൾ അത് ഇത്തിരി കമ്പോസ്റ്റും ഇത്തിരി ടോപ്പ് സോയിലിട്ട് നിറച്ചതിന് ശേഷം നമ്മളിത് മാവ് നമ്മളിങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചിട്ട് കുറച്ച് ടോപ്പ് സോയിലിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഒന്ന് ഉറപ്പിച്ച് നട്ടു, ഷെയ്ക്ക് ചെയ്യാത്ത രീതിയിൽ. എന്നിട്ട് അതിന് ശേഷം വീണ്ടും കമ്പോസ്റ്റും ടോപ്പ് സോയിലും കൂടി ഇട്ടിട്ട് അത് കുഴി നികത്തി.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാർഡനിലെ പണികൾ നമ്മൾ ചെയ്ത് തീർത്തത്. അപ്പോൾ നമ്മളിന്നത് പണികളെല്ലാം ചെയ്ത് തീർത്തു. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെടിച്ചട്ടികളിൽ നമ്മൾ കുറച്ച് ചിലതിൽ കുറച്ച് ഇവിടുത്തെ സീസണൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, നല്ല പൂവുണ്ടാവണത് വെച്ചിട്ടുണ്ട്. ചിലതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ പച്ചമുളക് ഇതിൽ കുറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ചെടികൾ തന്നെയാണ് ഈ സൈഡിലൊക്കെ വെച്ചത്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. കോർണറിൽ സെറ്റ് ചെയ്ത് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചതിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ നമ്മൾ വെച്ചത്. അപ്പോൾ ആപ്പിൾ ട്രീ കൂട്ടിക്കെട്ടായതിൻ്റെ ഒരു ഇതും വെച്ചു, ചെറിയൊരു സോളാർ ലൈറ്റും അതിൻ്റെ കൂടെ വെച്ചു. പിന്നെ ഇത് സീസണിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ചെറിയൊരു പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ്, അതവിടെ അങ്ങനെ സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പ്ലാവ് അത് പിടിക്കുന്ന പ്രതീക്ഷ തീരിയില്ല, നമ്മൾ അതിൻ്റെ വേര് പറിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ വേര് പറിച്ചു നോക്കിയപ്പോൾ അത് ഇപ്പോഴും നല്ല വേരായതുകൊണ്ട് ഒന്ന് വെച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ ഓരോരോ വിത്തുകൾ നമ്മളിങ്ങനെ പാവി വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ മൂവാണ്ടമാവ്, നമ്മളിവിടെ ഇങ്ങനെ മൂവാണ്ടമാവ് സെറ്റ് ചെയ്തു. അവിടെ ഇങ്ങനെ അതിൻ്റെ സോളാറിൻ്റെ ലൈറ്റുകൾ വെച്ചു. പിന്നെ ഇതിലാണ് നമ്മളെല്ലാ പച്ചക്കറികളും 1 by 1 ആയിട്ട് നമ്മളിതിൽ എല്ലാ പച്ചക്കറികളും 1 by 1 ആയിട്ട് നമ്മളതിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കുറച്ച് റൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യണ ഒരു ലിക്വിഡും കൂടി ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ കാണുന്ന ബ്ലൂവിൽ നമ്മൾ വെച്ചിരുന്ന ഒരെണ്ണത്തിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതിൽ നമ്മൾ ചീരയാണ് വെച്ചിരിക്കുന്നത്, ചീര. മറ്റേ ഇതിൽ കാണുന്നതിൽ നമ്മൾ ക്യാരറ്റിൻ്റെ വിത്തുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വർക്കുകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഗാർഡൻ ചെറുതായിട്ടൊന്ന് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി എന്താവും എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല. അപ്പോൾ നോക്കിയിട്ട് ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിനും വളരെ നന്ദി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്